ഞാൻ ഒരു ചെറിയ മനുഷ്യനാണ്. പക്ഷെ ഞാൻ ധന്യനാകുന്നൊരു നേരമുണ്ട്. അത് ഞാൻ മറ്റു വലിയ ആളുകളുമായിട്ട് കണ്ടുമുട്ടുമ്പോഴും അവരുമായിട്ട് ഇടപഴകുമ്പോഴുമാണ്. അതിനിഷ്ടം പോലെ അള്ളാഹു ഭാഗ്യം നൽകിയൊരു മനുഷ്യനാണ് ഞാൻ ഓരോ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആളുകളുമായി എങ്ങനെയോന്നറിയില്ല. ഞാൻ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വിയുടെ കാണാൻ തന്നെ കിട്ടുമെന്ന് പ്രയാസമാണ്. ലോകമഹാപണ്ഡിതൻ. അവരുടെ കാല് എൻ്റെ മടിയിൽ വെച്ചിട്ടുള്ള ആളാണ് ഞാൻ. രണ്ട് പേരുടെ കാലെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ടുള്ളൂ. ഒന്ന് എൻ്റെ വന്ധ്യപിതാവ്, ഉപ്പ വലിയ പണ്ഡിതനായിരുന്നു. അപ്പം എൻ്റെ കാല് ഞാൻ തടവി കൊടുക്കുമായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ ഉപ്പയുടെ കാല് തടവി കൊടുക്കലായിരുന്നു. ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെ ഉപ്പാൻ്റെ കാല് ഒഴിഞ്ഞു കൊടുത്തിട്ട് നേടിയതാണ്. നിസ്കരിക്കുന്ന തഴമ്പായിരുന്നു ഉപ്പാൻ്റെ മുട്ടിലും ഉപ്പാൻ്റെ നെരിയാണിയിലുമെല്ലാം ഒക്കെ നിസ്കാരത്തിൻ്റെ തഴമ്പായിരുന്നു. പാതിരാവുകളിൽ ഉപ്പ കാലൻ്റെ മടിയിലേക്ക് നീട്ടിത്തരുമായിരുന്നു നിസ്കാരത്തിന് ശേഷം. ഞാൻ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വിയുടെ പാദങ്ങൾ എൻ്റെ മടിയിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം തടഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർബന്ധിച്ച് എൻ്റെ മടിയിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗ്യമാണ്. അതുപോലെ ഞാൻ ആരെയെങ്കിലും, അത് ഗുരു നിത്യ ചൈതന്യ എതിയാകാം, ഞങ്ങൾ ഒറ്റക്കട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വളരെ സ്നേഹിക്കുന്ന യേശുദാസ് ആവാം. യേശുദാസിനെ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി, അമേരിക്കയിലാണ് അദ്ദേഹം, വിളിച്ചപ്പോൾ ഒറ്റ ഫോൺ എടുത്തു. 1 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. പാതിരാത്രി വിളിച്ചാലേ കിട്ടൂ, അമേരിക്കയിൽ അപ്പോഴേ സമയം വെക്കൂ. ഞാൻ മോഹിച്ചിരുന്നാണ് എനിക്ക് യേശുദാസുമായിട്ട് കാണാൻ സാധിക്കണമെന്ന് ചെറുപ്പത്തിലുണ്ടായിരുന്ന എൻ്റെ മോഹമാണ്. സിനിമയുടെ മോഹമൊന്നുമല്ല, ഞാൻ അതിൻ്റെ ഒന്നും ആളല്ല. യേശുദാസ് എന്ന പ്രതിഭ, യേശുദാസ് എന്ന മഹാനായ മലയാളി, അതിനോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമാണ്. പിന്നെ ഞാനൊരു മനുഷ്യനെ സിനിമയുടേതല്ലാത്ത പേരിൽ ബഹുമാനിച്ചിരുന്നു, പ്രേം നസീർ. വീണ്ടും പറയുന്നു, പ്രേം നസീർ സിനിമയുടെ പേരിലല്ല. വലിയ മനുഷ്യൻ, ദാനധർമ്മങ്ങൾ, ആളുകളോട് വലിയ സ്നേഹം, ഏത് സാധാരണ കുട്ടിയെയും മാനിക്കും, പാവപ്പെട്ടവരെ കണ്ടാൽ ബഹുമാനിക്കും. പ്രേം നസീറിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്നത് സിനിമയ്ക്കുള്ള കാൾ ഷീറ്റായിരുന്നില്ല, മണി ഓർഡർ ഫോറങ്ങളായിരുന്നു, പാവപ്പെട്ടവർക്ക് അയക്കുന്ന മണി ഓർഡറുകൾ. അതിനെക്കുറിച്ചുള്ള 100 കഥകളുണ്ട്. ഞാൻ നടത്തിയ പ്രേം നസീർ അനുസ്മരണ പ്രഭാഷണങ്ങൾ കോഴിക്കോട്ട് 4ഓ 5ഓ ആണ്. പക്ഷെ അദ്ദേഹവുമായി എനിക്ക് അടുത്ത് ബന്ധപ്പെടാൻ അവസരമുണ്ടായി. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 1.5 മാസം മുമ്പ് ഞങ്ങൾ ദീർഘമായിരുന്ന് വർത്തമാനം പറഞ്ഞു. ഒരു മുറിയിലിരുന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. വലിയ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവർ ഓരോ മേഖലയിലും വലിയ ആളുകളാണ്.